ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുള്ളൊരു കൺഫ്യൂഷനാണ് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെ. നിങ്ങളും അങ്ങനത്തെ ഒരാളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മളൊരു കാൽക്കുലേഷൻ കാണാൻ പോവാണ്. ഒരാൾ 15 വർഷം മുന്നേ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇന്നത്തെ മൂല്യം എത്രയായിരിക്കും എന്നാണ് ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമ്മൾ കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുകയും ഏത് മൈൻഡ് സെറ്റ് വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. ആ ഒരു ഫണ്ട്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്ററിന്റെ തോട്ട് പ്രോസസ് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഓൾറെഡി ഒരു സീരീസ് ഈ ചാനലിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. വെറുതെ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് കോഴ്സസ് ഒന്നും വാങ്ങി നിങ്ങൾ പൈസ കളയേണ്ട ആവശ്യമില്ല. കാരണം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബേസിക്സ് ഒക്കെ ഞാൻ ആ വീഡിയോ സീരീസിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. ആ വീഡിയോ സീരീസ് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അറിയാം. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിനാൻഷ്യലി. ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ എനിക്ക് പറ്റിയത്. ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും പണം ക്രിയേറ്റ് ചെയ്യണം. പണം കൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ സന്തോഷം ചേസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ പണം കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങണം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 15 വർഷം മുൻപേ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മടിയനായ ഒരാളുടെ പോർട്ട്ഫോളിയോ ആണ്. അധികം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ റിസർച്ച് ചെയ്ത് മെനക്കെടാൻ താല്പര്യമില്ല. പക്ഷേ അയാളുടെ ഗോൾസ് എല്ലാം അയാൾക്ക് 15 വർഷം കഴിയുമ്പോൾ അച്ചീവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു ലേസി മാൻസ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഏതൊരു ഇൻവെസ്റ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം എന്നതാണ്. ഇന്ന് കണ്ടിട്ടില്ല, എല്ലാവർക്കും പൈസ വേണം, പൈസ വേണം, പൈസ വേണം. പക്ഷെ എന്തിനാണ് പൈസ വേണ്ടത്? പൈസേനെ കൊണ്ടൊരു ആവശ്യം വേണ്ടേ? പൈസ എന്ന് പറയുന്നത് യൂസ് ചെയ്യാനുള്ളൊരു സാധനമാണ്. അപ്പം അത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഈ ഒരു വ്യക്തിയുടെ ഗോൾ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ആണ്. പിന്നെ ഇയാളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം. അങ്ങനെ 2 ഫിനാൻഷ്യൽ ഗോൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ഗോൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ കൂടെ നമ്മൾ ടൈം പീരീഡും കൂടി സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ നമ്മൾ എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇദ്ദേഹത്തിന് 2 ആവശ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അയാളുടെ ഫൈനാൻഷ്യൽ ഗോൾ അയാൾ സെറ്റ് ചെയ്തു. ഇനി എന്താണ് വേണ്ടത്? ഇനി പണം വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ഇദ്ദേഹം തീരുമാനിക്കുകയാണ് 10,000 രൂപ എല്ലാ മാസവും 4 മ്യൂച്വൽ ഫണ്ട്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. ഏതൊക്കെയാണ് ആ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലേസി മാനാണ്, മടിയനാണ്. ഇയാൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത് ഇൻഡെക്സ് ഫണ്ടാണ്. ഇൻഡെക്സ് ഫണ്ട്സിന് മറ്റുള്ള മ്യൂച്വൽ ഫണ്ട്സിനെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് മറ്റുള്ള ആക്റ്റീവ് ഫണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമ്മൾക്ക് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരില്ല. മാത്രമല്ല ലോങ് ടേമിൽ മാർക്കറ്റ് ക്രാഷ് ആയാലും മാർക്കറ്റ് വളരുന്ന സമയത്ത് നല്ലൊരു റിട്ടേൺസ് ഇൻഡെക്സ് ഫണ്ട്സ് നമുക്ക് കൊടുത്തരും. പിന്നെ ഈ ഒരൊറ്റ ഫണ്ട് കൊണ്ട് നമ്മൾക്ക് Nifty 50 അല്ലെങ്കിൽ സെൻസെക്സിലെ എല്ലാ കമ്പനീസിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും. ടെൻഷനില്ല, സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ട, റിസർച്ച് ഇല്ല, മാർക്കറ്റ് തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഡെഫിനറ്റ്ലി ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സിമ്പിൾ ഫണ്ടാണ്. മടിയനായ ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിളിന് ഇദ്ദേഹം ICICI Prudentialന്റെ Nifty 50 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇദ്ദേഹം 10,000 രൂപയിൽ നിന്ന് 4,000 രൂപയാണ് ഈ ഒരു ഫണ്ടിൽ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം 15 കൊല്ലം മുന്നേ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വാല്യൂ റിസർച്ചിൻ്റെ സൈറ്റിലെടുത്തൊരു ടൂളാണിത്. ഇവിടെ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ പേര് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര റിട്ടേൺസ് ഈ ഒരു ഫണ്ട് തന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഒരു ഫണ്ടിന്റെ റെഗുലർ ഫണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് 15 ഇയേഴ്സ് ഡാറ്റ ഇല്ല, 12 ഇയേഴ്സ് ഡാറ്റയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ റെഗുലർ ഫണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മ്യൂച്വൽ ഫണ്ട് സീരീസിൽ ഇത് വ്യക്തമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് 4,000 രൂപ വെച്ച് ലാസ്റ്റ് 15 ഇയേഴ്സ് നിക്ഷേപിച്ചാൽ കിട്ടുക? 20,76,521 രൂപ. അതാണ് ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അതിൻ്റെ മൂല്യം. ഇനി നമുക്ക് അടുത്ത ഫണ്ടിലേക്ക് വരാം. ഇദ്ദേഹം മടിയനാണല്ലോ, ഓക്കെ.
ഇനി മടിയനായ ഒരാളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവുന്ന അടുത്ത ഫണ്ട് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഇയാൾക്ക് എല്ലാ മാർക്കറ്റ് സാഹചര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഫണ്ട് വേണം. ആ ഒരു ഫണ്ട് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. മാത്രമല്ല അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ലാർജ് ക്യാപ്പിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സ്മോൾ ക്യാപ്പിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതേപോലെ മിഡ് ക്യാപ്പിൽ നല്ല അവസരങ്ങൾ വരുമ്പോൾ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഫണ്ട് മാനേജർ മാർക്കറ്റ് അനുസരിച്ച് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ഇദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്. പിന്നെ ലാർജ് ക്യാപ്പിന്റെ സുരക്ഷയും കിട്ടണം, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിന്റെ ഗ്രോത്തും കിട്ടണം. സിംഗിൾ ഫണ്ടിൽ എല്ലാ മാർക്കറ്റ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന അടിപൊളിയായിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അതേതാണ്? ഫ്ലെക്സി ക്യാപ്പ്. കുറേ ഫണ്ടുകൾ കൊണ്ട് തലവേദന വേണ്ട, ഒരൊറ്റ ഫണ്ട് എല്ലാ മാർക്കറ്റ് ക്യാപ്പിലും അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടേമിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 15 കൊല്ലത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട്. അപ്പോൾ സ്മാർട്ടായിട്ട് ലേസി ആവാനുള്ള ഒരു പദ്ധതിയാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇദ്ദേഹം HDFCന്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് വിചാരിക്കുക. ഇദ്ദേഹം 3000 രൂപയാണ് ലാസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ട് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഞാൻ റെഗുലർ ഫണ്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം 15 ഇയർ ഡാറ്റ എനിക്ക് റെഗുലർ ഫണ്ട് വെച്ചാണ് കിട്ടുന്നത്. അപ്പം ഈ 3000 രൂപ എല്ലാ മാസവും കഴിഞ്ഞ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത് 21,90,819 രൂപയാണ്. ഇനി ഈ ഒരു ലേസി മാന്റെ പോർട്ട്ഫോളിയോയിലുള്ള അടുത്ത ഫണ്ട് ഏതായിരിക്കും? എക്സൈറ്റഡ് ആണോ? നമുക്ക് നോക്കാം. ഇനി ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരൊറ്റ ഫണ്ട് മതി ജീവിതം മാറാന്നുള്ള രീതിയിൽ. ഗ്രോത്തും വേണം, കുറച്ച് സുരക്ഷയും വേണം, കുറച്ച് സ്ഥിരതയും വേണം. അങ്ങനത്തെ ഫണ്ട് ഏതെങ്കിലും ഉണ്ടോ? അതായത് മൾട്ടി അസറ്റ്സിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട്, മൾട്ടി അസറ്റ് ഫണ്ട്സ്. അത് ഷെയർസിൽ നിക്ഷേപിക്കും, ബോൺസിൽ നിക്ഷേപിക്കും, അതുപോലെ തന്നെ ഗോൾഡിൽ നിക്ഷേപിക്കും. ഷെയറുകൾ വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടും, അതുപോലെ തന്നെ ബോൺസിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷനിൽ നിന്ന് നമ്മൾക്ക് സംരക്ഷണം കിട്ടും. മാർക്കറ്റ് കുത്തി മറിയുമ്പോഴും ഓട്ടോ റീബാലൻസ് ചെയ്ത് ഈ ഒരു ഫണ്ട് നമ്മളെ സ്റ്റേബിൾ ആക്കും. ഇത് ഒരു കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു ഓൾ ഇൻ ഓൾ ഫണ്ട് പോലെയാണ്. അതാണ് മൾട്ടി അസറ്റ് ഫണ്ട്. അപ്പം ഇദ്ദേഹം ഒരു മൾട്ടി അസറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് ഇദ്ദേഹം ഇവിടെ സെലക്ട് ചെയ്യുന്നത് കോണ്ടിന്റെ മൾട്ടി അസറ്റ് ഫണ്ടാണ്. ഇവിടെ എല്ലാ മാസവും 2000 രൂപയാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 15 വർഷം ഈ ഒരു എമൗണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 13,95,166 രൂപ. ഇനി ഈ മടിയനായ ഒരാള് കുറച്ച് ഫോം ഒക്കെ ഉള്ള ആളാണ്. അതായത് മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ മിസ് ചെയ്യാൻ വയ്യ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സാധ്യത എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല അടിപൊളി മൾട്ടി ബാഗേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് പല സ്റ്റാർട്ടപ്പുകളിലാണ്. അതായത് നാളത്തെ ഇൻഫോസിസ്, നാളത്തെ TCS ഒക്കെ ഏത് കമ്പനി ആവും നമ്മൾക്കറിയില്ല. ആ കമ്പനിയൊക്കെ ഇന്ന് സ്മോൾ ക്യാപ്പ് കമ്പനീസ് ആണ്. അതായത് ഇൻഡെക്സ് ഫണ്ട്സിലൊന്നും ഇല്ലാത്ത രത്നങ്ങൾ സ്മോൾ ക്യാപ്പ് കമ്പനീസിലുണ്ടാവും. ആ കമ്പനീസ് നമ്മൾക്ക് 5 ഇരട്ടി 10 ഇരട്ടിയൊക്കെ റിട്ടേൺസ് കൊണ്ടുതരും. അപ്പം അത്തരം കമ്പനീസിലും ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഇന്ത്യൻ്റെ പൊട്ടൻഷ്യൽ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ ഒന്നും ഇയാൾക്ക് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു വലിയ ലാഭത്തിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കാൻ ഇദ്ദേഹം തയ്യാറാണ്. ഇതൊരു ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന പോലെ ആയതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഫണ്ടാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്. 1000 രൂപയാണ് ഇദ്ദേഹം സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തിരഞ്ഞെടുത്ത ഫണ്ടാണ് SBI സ്മോൾ ക്യാപ്പ് ഫണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇദ്ദേഹം 1000 രൂപ എല്ലാ മാസവും ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് 11,04,486 രൂപ കിട്ടിയേനെ. അപ്പോൾ ഈ ഒരു ലേസി മാൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡെക്സ് ഫണ്ട്, മറ്റൊന്ന് ഫ്ലെക്സി ക്യാപ്പ്, മറ്റൊന്ന് മൾട്ടി അസറ്റ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഈ 4 ഫണ്ട്സും ഇദ്ദേഹം തിരഞ്ഞെടുത്തതിൻ്റെ റീസണും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. അപ്പം ഇതേ റീസൺ തന്നെ ആവണം എന്നില്ല നിങ്ങൾക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഈ ഒരു ഫണ്ട്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു 4 ഫണ്ടിലും കഴിഞ്ഞ 15 വർഷമായിട്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര രൂപ ഇന്ന് കിട്ടും എന്നുള്ളത്. അപ്പം ഈ 4 ഫണ്ടിൽ നിന്നുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് 67,66,992 രൂപയാണ്. ഇതിൽ ഇദ്ദേഹം നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ്. അപ്പം ആ 18 ലക്ഷം രൂപയും റിട്ടേൺസും കൂടി 67,66,992 രൂപയാണ് കിട്ടുക. ശരിക്കും ഇതാണോ അദ്ദേഹത്തിന് കിട്ടുക? അല്ല. നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാലും നമ്മൾക്ക് റിട്ടേൺസ് കിട്ടുമ്പം ആ റിട്ടേൺസിന്റെ കുറച്ച് ശതമാനം നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിന് ഇൻകം ടാക്സ് എന്ന പേരിൽ കൊടുക്കണം. അപ്പം നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമ്മൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പോസ്റ്റ് ടാക്സ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു എമൗണ്ടിന് ഞാനൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയ 12.5% ടാക്സ് കണക്കാക്കുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹം ഈ ഒരു എമൗണ്ടിൻ്റെ 12.5% ടാക്സ് ആയിട്ട് കൊടുക്കണം. നമുക്ക് ഈ ഒരു കേസിലെ ടാക്സ് കാൽക്കുലേഷൻ ഒന്ന് കാണാം. ഇവിടെ ടോട്ടലായിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ടാണ് 67,66,992 രൂപ. ഈ ഒരു എമൗണ്ടിനാണോ ഇദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടത്? അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് റിട്ടേൺസ് ആണ് അല്ലേ. അപ്പം ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഇദ്ദേഹം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര രൂപയാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്? എല്ലാ മാസവും 10,000 രൂപ 15 വർഷത്തേക്ക് കിട്ടും അല്ലേ. അപ്പോൾ 10,000 ഇൻറ്റു 12 ഇൻറ്റു 15 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹം ടാക്സ് കൊടുക്കേണ്ട. അപ്പം ഈ ഒരു എമൗണ്ടിൽ നിന്ന് 18 ലക്ഷം രൂപ കുറക്കാം. ഓക്കെ, ഇനിയും കുറക്കാൻ പറ്റുമോ? പറ്റും. ഇനിയും ഒരു 1,20,000 രൂപ നമുക്ക് കുറക്കാം. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻറ് തരുന്ന ഒരു എക്സംഷനാണ്. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് 1,20,000 രൂപ കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വർഷം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. അത് നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് കരുതുക. എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് ലഭിച്ചത്. ആ 1 ലക്ഷത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കണോ? വേണ്ട. കാരണം ഇവിടെ എക്സംഷൻ ഉണ്ട്. 1,20,000 രൂപ വരെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. ഇനി മറിച്ച് 1 ലക്ഷത്തിന് പകരം 2 ലക്ഷം രൂപ കിട്ടിയാലോ? ആ 2 ലക്ഷത്തിൽ നിന്ന് 1,20,000 രൂപ കുറച്ച് ബാക്കി 75,000 രൂപക്കാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. അതെത്രയാണ്? 12.5% ആണ് ടാക്സ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12.5% ആണ്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലോ, അതായത് 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെങ്കിൽ പിന്നെ ഈ എക്സംഷൻ ഒന്നുമില്ല. ഒരു ഫ്ലാറ്റ് 20% അങ്ങോട്ട് ടാക്സ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ ഞാൻ കണക്കാക്കുന്നത് ഇദ്ദേഹം എല്ലാ യൂണിറ്റ്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്ന രീതിയിൽ വിൽക്കുകയാണെങ്കിൽ ഇത്രയും രൂപ ടാക്സ് അടക്കണം. 6,05,249 രൂപ ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സ് കഴിഞ്ഞ് ബാക്കി എത്ര എമൗണ്ടാണ് ഇദ്ദേഹത്തിന് കിട്ടുക? 61,61,543 രൂപ. ഇവിടെ ഞാൻ എല്ലാ യൂണിറ്റ്സും ഇദ്ദേഹം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലാണ് വെക്കുന്നതെന്ന് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേസിൽ 15 കൊല്ലമല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ വർഷവും 12 മാസം അല്ലേ? ഓരോ വർഷം 12 മാസമുണ്ട്. അങ്ങനെ അവസാനത്തെ 15ാമത്തെ വർഷവും 12 മാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹം ജനുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ജനുവരിയിൽ ഒരു 10,000 രൂപ ഇട്ടിട്ടുണ്ട്. ആ 10,000 രൂപയ്ക്ക് ഒരു ലാഭം കിട്ടിയിട്ടുണ്ട്. അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആ യൂണിറ്റ്സ് അപ്പോൾ വാങ്ങിയ യൂണിറ്റ്സ് 1 വർഷം കഴിഞ്ഞ് വിൽക്കണം. അതായത് 2024 ജനുവരി 1 വാങ്ങിയതാണെങ്കിൽ 2025 ജനുവരി 1 ആകുമ്പോഴേക്കും അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുള്ളൂ. അതിൻ്റെ ഇടയിൽ വിറ്റാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുപോലെ ഡിസംബർ 1 2024 വാങ്ങിയ യൂണിറ്റ് അടുത്ത ഡിസംബർ 2025 ആകുമ്പോഴേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു മാസം അത് വിറ്റ് കഴിഞ്ഞാൽ, മെയിൽ അത് വിറ്റ് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ SIP യൂണിറ്റ്സ് നമ്മൾ കണക്കാക്കുമ്പോൾ ഓരോ മാസം വാങ്ങിയ യൂണിറ്റ്സ് 1 വർഷം കഴിഞ്ഞ് പിൻവലിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും ആ യൂണിറ്റ്സിന് മാത്രമായിട്ട്. പക്ഷേ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ഇദ്ദേഹം അവസാനത്തെ വർഷത്തെയും 1 കൊല്ലം വെയിറ്റ് ചെയ്ത്, അതായത് കംപ്ലീറ്റ് യൂണിറ്റ്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നെ എടുക്കുകയാണെങ്കിൽ ഇത്രയായിരിക്കും ഇൻകം ടാക്സ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നാളെ ഇദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വരും. അവസാനത്തെ കുറച്ച് മാസത്തെ യൂണിറ്റ്സ് 1 വർഷം ആവുന്നവരെ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ റിട്ടേൺസിൽ ചെറിയൊരു വ്യത്യാസം വരും. പക്ഷേ ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു റിട്ടേൺ വാല്യൂൻ്റെ മുകളിൽ തന്നെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ എടുക്കുന്ന സമയത്ത് ഇത്രയും രൂപ അദ്ദേഹം ടാക്സ് ആയിട്ട് കൊടുക്കണം. 6,05,249 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ടാക്സ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും സേവ് ചെയ്യാനൊക്കെ പറ്റും. അതിന് പല വഴികളുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ അതൊക്കെ ഇരുന്ന് കാണണം. ഓക്കെ, ടാക്സ് റിലേറ്റഡ് വീഡിയോസ് ഒന്നും ആർക്കും താല്പര്യമില്ല. പക്ഷേ അതൊക്കെ അറിഞ്ഞാലേ നമുക്ക് കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ അറിവില്ലാണ്ട് ഒരുപാട് പണം ഗവൺമെൻറ്റിന് വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ടാക്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഗവൺമെൻറ്റിന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മര്യാദക്ക് നമ്മൾ കുറേ ടാക്സ് സേവിങ് ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ടാക്സ് റിലേറ്റഡ് വീഡിയോസ് കുറച്ച് ഈ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗോൾസ് എന്തൊക്കെയായിരുന്നു? ഒന്ന് റിട്ടയർമെൻറ്റ്, മറ്റൊന്ന് കുട്ടിയുടെ വിദ്യാഭ്യാസം. അപ്പോൾ ഇദ്ദേഹം ഒരു 50 ലക്ഷം അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റിന് എടുക്കുകയാണ്. ബാക്കി പണം കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 40 വയസ്സായ ഒരാൾ 25 വയസ്സിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പം ഈ ഒരു എമൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമ്പാദ്യം എത്ര വളരുമായിരുന്നു എന്നതാണ് ഈ ഒരു കാൽക്കുലേഷൻ കാണിച്ചിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പാസ്റ്റ് റിട്ടേൺസ് ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേൺസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഒരു കാൽക്കുലേഷനിലൂടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. 2 തരത്തിൽ നമ്മൾ ഇൻസ്പയർഡ് ആവാം. ഒന്ന് പറയുന്നത് ഇത് നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10,000 രൂപ വെച്ച് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് എനിക്ക് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് ചിന്തിക്കാം, അയ്യോ 10,000 രൂപയൊക്കെ 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി പോലും ആയില്ലല്ലോ ദൈവമേ എന്ന് ചിന്തിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് പണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കോടീശ്വരനാവാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച എല്ലാ റിട്ടേൺസും പാസ്റ്റ് റിട്ടേൺസ് ബേസ്ഡ് ആണ്. ആൻഡ് ഇത് നമ്മൾക്കൊരു
റെഫറൻസ് പോലെ കൺസിഡർ ചെയ്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്രോപ്പർലി പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. കാരണം ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾക്ക് പണം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഇന്നോട്ട് ചിന്തിച്ച് തുടങ്ങുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.